എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഒക്ടോബർ 9 നടക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി വൃശ്ചികം രാശിക്കാർക്ക് എപ്രകാരമെന്ന് പറയുന്നത്. വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും അടങ്ങിയതാണ് വൃശ്ചികം രാശി. ഈ രാശിക്കാർക്ക് വക്രഗതി ഫലങ്ങൾ എപ്രകാരമാണെന്ന് നോക്കാം. 2024 ഒക്ടോബർ 9 മുതൽ 2025 ഫെബ്രുവരി 4 വരെയാണ് വക്രഗതി വരുന്നത്. അപ്പോൾ ഇവർക്ക് നിലവിലുള്ള ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. ഇവർക്ക് നിലവിൽ 7 വ്യാഴം, നിവൃത്തി സ്ഥാനത്ത് വ്യാഴം നടക്കുന്ന ഒരു സമയമാണ്. കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം. ഇവർക്കൊരു ഏപ്രിൽ അവസാനം മെയ് ആയതോടുകൂടി ഇവർക്ക് മനസ്സിലായി കാണും കാര്യങ്ങളൊക്കെ നല്ല ദ്രുതഗതിയിൽ നടക്കുന്നതായിട്ട്. എന്തിനിറങ്ങിയാലും കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുക. നിവൃത്തി സ്ഥാനം എന്ന് തന്നെ പറയുന്നത് 7ാം ഭാവത്തിന്. അപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ നമ്മൾ വിദേശത്തൊക്കെ പോവുകയാണെങ്കിൽ നിവൃത്തി സ്ഥാനത്ത് ഒരു പാവൻ സഞ്ചരിക്കുകയാണെങ്കിൽ പോകേണ്ട, നിവൃത്തി സ്ഥാനത്ത് ശുഭൻ സഞ്ചരിക്കുകയാണെങ്കിൽ പോകാം. ആ കാര്യങ്ങളോട് നിവൃത്തി ഉണ്ടാവും എന്നൊക്കെ പറയും. നിവൃത്തി ഉണ്ടാവും വെച്ചാൽ കാര്യങ്ങൾ നടക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഒരു സമയമാണ് ഇപ്പോൾ ഇവർക്ക് വൃശ്ചിക രാശിക്കാർക്ക് 2024 മെയ് 1 മുതൽക്ക് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി കാരണം എല്ലാ കാര്യങ്ങൾക്കും നടക്കുക. വളരെ കാലമായിട്ട് നടക്കാതിരുന്നൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ എന്ത് നടക്കുന്ന ഒരു സമയം. വിദേശത്ത് പോയാൽ അവിടെ ജോലി, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നടക്കും ഇവർക്ക്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടകശനി ദോഷമുണ്ട്. എങ്കിലും കണ്ടകശനി ദോഷം ചെയ്ത് നിൽക്കുന്ന ശനി ജൂൺ 30 മുതൽ നവംബർ 15 വരെ വക്രഗതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടകശനി ഒരു ആശ്വാസവും ഉണ്ട് ഇവർക്ക്. ജൂൺ മാസം മുതൽ പ്രത്യേകിച്ച് ജൂൺ അവസാനത്തോടു കൂടിയിട്ട് ഇപ്പോൾ ഈ ഒരു ഒക്ടോബർ 9 വരെയുള്ള ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ 4 മാസക്കാലം, ഏകദേശം 3.5 മാസക്കാലം വളരെ നന്നായിട്ട് കാണുന്നു. അപ്പോൾ ഓണമൊക്കെ വളരെ നല്ല രീതിയിൽ ആഘോഷിച്ചൊക്കെ ഇരിക്കുകയാണ് രാശിക്കാർ. പക്ഷേ ഇപ്പോഴത്തെ ഈ വ്യാഴത്തിൻ്റെ വക്രഗതിയോടുകൂടിയിട്ട് ഇപ്പോൾ 2 മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം ഒക്ടോബർ 9 കൂടിയിട്ട് വക്രഗതി പ്രാപിക്കുന്നു. അപ്പോൾ വക്രഗതി പ്രാപിക്കുമ്പോൾ ആ ഫലങ്ങൾക്കൊരു കുറവ് വരും, അവിടെ ആ സദ്ഫലങ്ങൾക്കൊരു കുറവ് വരും. അപ്പോൾ അത് മാത്രമല്ല, ഒക്ടോബർ 9 വ്യാഴത്തിൻ്റെ വക്രഗതി ആരംഭിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ കുറയുന്നു. നവംബർ 15 ശനിയുടെ വക്രഗതി അവസാനിക്കുമ്പോൾ അതിൻ്റെ കണ്ടകശനിയുടെ ദോഷങ്ങളും ആരംഭിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒക്ടോബർ 9 കൂടിയിട്ട് ഇവർ അല്പം ചെറിയൊരു തിരിച്ചടികൾ വരുന്ന പോലെ ഒരു തോന്നൽ അവർക്ക് വരാം. അതങ്ങനെ നിൽക്കും. അത് ചില രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് വരുത്താം. ഉദാഹരണത്തിന് ഇവർക്ക് പ്രധാനമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് സാധ്യത. ആരോഗ്യപരമായിട്ടുള്ള ചെറിയ അരിഷ്ടതകൾക്ക് ഈ സമയത്ത് ഒക്ടോബർ 9 മുതൽക്ക് സാധ്യതയുണ്ട്. നവംബറോടുകൂടി ആകുന്നത് കുറച്ചൊന്ന് രൂക്ഷമാകാനുള്ള സാധ്യത കൂടുതൽ. കാരണം കണ്ടകശനി ദോഷം കൊണ്ട് വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതിക്ക് ഒരു കുറവ് വന്നു. അപ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ആശുപത്രി വാസമൊക്കെ ഈ ഒരു ഒക്ടോബർ 9 കൂടിയിട്ട് കാണാം ഈ രാശിക്കാർക്ക്. കുടുംബാംഗങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വരാം. കുറച്ചധികം നമ്മുടെ ജോലി ഇരുന്ന് കുറച്ചധികം ഇരുന്നിട്ട് നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് കുറച്ച് നേരം കൂടുതലിരുന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരാം. അങ്ങനെയൊക്കെ. എങ്കിലും ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒരു മാനേജബിളായി മുമ്പോട്ട് പോകുന്നതായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ചെറിയ രീതിയിലുള്ള നമ്മുടെ റിലേഷൻഷിപ്പ് വർക്ക്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലും നമ്മുടെ വീട്ടുകാരുടെയൊക്കെ കുറച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മാനേജബിളായിട്ട് പോകും. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവർക്ക് വരാം. ചെറിയ എക്സ്പെൻസുകൾ, ആരോഗ്യ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ പോകുന്നു. അങ്ങനെയൊക്കെ വരുന്നൊരു ഫേസാണ് ഈ ഒക്ടോബർ 9 മുതൽ നവംബർ 15 വരെയുള്ള ഫേസ്. ആ ഫേസ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്പം കാര്യങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നതായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളില്ല, അത് ഞാൻ വ്യക്തമാക്കി തരാം. ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. നവംബർ 15 കഴിയുമ്പോഴേ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഇങ്ങനെ സ്ത്രീകളൊക്കെയാണ്, പ്രഗ്നൻസി സൈക്കിളൊക്കെ ആണെങ്കിൽ അവർ കൃത്യമായിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പുകൾ എടുത്തിരിക്കേണ്ടതാണ്. താമസം കൂടാണ്ട് ചെയ്തിരിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബാംഗങ്ങളുടെ ചെറിയ രീതിയിലുള്ള വാക്ക് തർക്കങ്ങളോ എന്തെങ്കിലും ചീത്ത വാർത്തകൾ കേൾക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ രാശിക്കാർക്ക്. അങ്ങനെ ഈ കാര്യങ്ങളുടെ ഒരു കഴിഞ്ഞ ഇപ്പോൾ ഏപ്രിൽ വരെ ഇവർക്ക് ഉണ്ടായിരുന്നൊരു സമയം, ത്തിന് മുമ്പുള്ള സമയം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഈ 2024 ഏപ്രിൽ മുതൽ മുമ്പുള്ള കുറച്ച് കാലങ്ങൾ. അതുപോലെ കുറച്ച് കാലങ്ങളുടെ ഒരു പ്രതികൂലത ഇവർക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയേക്കാം. ഒരു ചെറിയ രീതിയിലുള്ളൊരു പരീക്ഷണകാലം പോലെ തോന്നാം. ഇപ്പോൾ പ്രണയിതാക്കളൊക്കെ ആണെങ്കിൽ ഒന്ന് അകന്ന് താമസിക്കേണ്ട അവസ്ഥ വരാം. എങ്കിലും വ്യാഴത്തിൻ്റെ സ്ഥിതി നമ്മൾ ലോങ് ടൈമിൽ നോക്കുമ്പോൾ 7 വ്യാഴം തന്നെയാണല്ലോ, വക്രഗതി ഒന്നല്ലേ ഉള്ളൂ. അവരുടെ പിരിഞ്ഞിരിച്ച് താമസിക്കേണ്ട കാര്യങ്ങളൊന്നും കുടുംബജീവിതത്തിലൊക്കെ വേണ്ടി വരില്ല ഈ രാശിക്കാർക്ക്. എങ്കിലും കുറച്ച് കുടുംബജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പം മനസ്സിലാക്കിയിരിക്കുക, പിരിഞ്ഞൊന്നും പോകേണ്ട കാര്യങ്ങൾ അവിടെ വരുന്നില്ല. പിരിഞ്ഞ് താമസിക്കുകയൊന്നും പോകണ്ട. അതൊക്കെ പതിയൊന്ന് വെയിറ്റ് ചെയ്താൽ മാത്രം മതി. ഒരു 3-4 മാസത്തേക്കേ വക്രഗതിയുള്ളൂ എന്ന് മനസ്സിലാക്കിയിരിക്കുക.
പിന്നെ ജോലിക്കാർക്ക് കുറച്ച് വെല്ലുവിളി നിറഞ്ഞൊരു കാലഘട്ടമാണ് മുമ്പിലുള്ളത്. കുറച്ച് ഓഫീസ് പൊളിറ്റിക്സും എന്ന് വെച്ചാൽ നമ്മുടെ സഹപ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ മേലധികാരി നമുക്ക് എതിരായിട്ട് നിൽക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാം. നമുക്ക് നമുക്ക് HR റിലേറ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ വരിക, ലെറ്ററുകൾ കിട്ടുക, നമ്മുടെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറയുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ പീരീഡ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് കാത്തിരിക്കുക. നമ്മുടെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും നമ്മുടെ അതിനോടനുബന്ധിച്ചിട്ട് എല്ലാ കാര്യങ്ങൾക്കും ചെറിയൊരു പ്രതികൂലത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് കാത്തിരിക്കുക, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. ഫെബ്രുവരി 4 തീയതി വരെ ഒന്ന് കാത്തിരിക്കുക തന്നെയാണ്. എടുത്തടിച്ചാടി തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല രാശിക്കാർ. അപ്പോൾ ഒന്ന് ക്ഷമയോടെ ഇരിക്കുക. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കഠിനമായിട്ടൊരു സമയമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവർ പെട്ടെന്ന് തന്നെ കുറച്ച് കടങ്ങൾ വന്ന് കയറുന്നൊരു ഒരു സ്ഥിതി. ഇപ്പോൾ അതിചാരേതു വക്രേതു പൂർവ്വരാശിഗതം ഫലം എന്ന് പറഞ്ഞൊരു പ്രമാണം വെച്ചിട്ട് ഈ 7 നിൽക്കുന്ന വ്യാഴം വക്രതയിൽ പ്രവഹിക്കുമ്പോൾ 6ൻ്റെ കുറച്ച് ഫലങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ കുറച്ച് 6 കടം, രോഗം, ശത്രുവൊക്കെ. അപ്പോൾ കുറച്ച് കടങ്ങൾ വരിക. ബിസിനസ്സുകാരെ സംബന്ധിച്ച് പെട്ടെന്ന് കുറച്ച് പ്രതീക്ഷിക്കാണ്ട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് കടങ്ങൾ വരിക. കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റാതെ പോവുക. കുറച്ച് കടം വാങ്ങിക്കേണ്ടി വരിക, കുറച്ച് കൂടിയ പലിശയ്ക്ക് കടം വാങ്ങിക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ചില സമയത്ത് വന്നേക്കാം. അവരൊന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ഒരു 4 മാസത്തേക്ക് ബുദ്ധിമുട്ടുള്ളൂ. നിങ്ങൾക്ക് ലോങ് ടൈമിൽ സമയം നല്ലത് തന്നെയാണ്. അപ്പോൾ വൃശ്ചിക രാശിക്കാർ മനസ്സിലാക്കിയിരിക്കുക. ഒരു ഒക്ടോബർ മുതൽ ചെറിയൊരു ബുദ്ധിമുട്ടുകൾ കണ്ടേക്കാം. നവംബർ 15 തീയതി മുതൽക്ക് ഫെബ്രുവരി വരെയുള്ള പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ടും ജോലി സംബന്ധമായിട്ടും ബിസിനസ് പരമായിട്ടും വ്യക്തിബന്ധങ്ങളിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുന്ന സമയമാണ്. മനസ്സിലാക്കുക, ഇതൊരു ചെറിയ കാലയളവിലേക്കേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എടുത്തിയായിട്ട് ഒന്നും ചെയ്യണം. ക്ഷമയോടെ ഇരിക്കാനാണ് ഈ രാശിക്കാർ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ വരാൻ സാധ്യതയില്ല. നിങ്ങൾ ബുദ്ധിമുട്ടിലൊന്നും പെടില്ല. കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് പരിഹാരമായിട്ട് ചെയ്യേണ്ടത് ശനീശ്വര ക്ഷേത്രങ്ങളിൽ, അല്ലെങ്കിൽ കേരളം, തമിഴ്നാട് സാധാരണ ശനീശ്വരനുള്ളത്, തമിഴ്നാട് കർണാടക ശനീശ്വരനുള്ളത്, കേരളത്തിലുള്ള ശാസ്താവ് ക്ഷേത്രങ്ങളിലോ ആഞ്ജനേയ ക്ഷേത്രങ്ങളിലോ യഥാശക്തി വഴിപാടുകൾ ശനിയാഴ്ച സമർപ്പിക്കുക. ശാസ്താവിനാണെങ്കിൽ നീരാഞ്ജനം സമർപ്പിക്കാവുന്നതാണ്. എള്ളുകിഴി. ആ ദിവസങ്ങളിൽ കറുത്ത നീല വസ്ത്രങ്ങൾ ധരിക്കുന്നത് ശാസ്താപ്രീതികൾ തന്നെയാണ്. ഹനുമാൻ സ്വാമിക്കാണെങ്കിൽ വെറ്റിലമാല, വടമാല തുടങ്ങിയിട്ടുള്ള നിവേദ്യങ്ങൾ സമർപ്പിക്കാവുന്നതാണ്. അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളുടെ തലേ ദിവസം നോൺ വെജ് ഭക്ഷണം ഒഴിവാക്കുക. നമ്മൾ നോൺ വെജ് ഭക്ഷണം കഴിച്ചാൽ പിറ്റേ ദിവസം ശരീരത്തിൽ അതിൻ്റെ അംശങ്ങൾ ഉണ്ടായിരിക്കും. അത് പൂർണ്ണമായി പുറത്ത് ആയിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ശനിയാഴ്ചകളിൽ ശാസ്താവിനും ഈ രാശിക്കാർ വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണന് വഴിപാട് സമർപ്പിക്കുക. ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും മഞ്ഞ നിറത്തിലുള്ള ഫലങ്ങൾ, മഞ്ഞ നിറത്തിലുള്ള പഴങ്ങൾ, വാഴപ്പഴം, മഞ്ഞൾ എന്നിവ ദാനം ചെയ്യുന്നതൊക്കെ ശ്രീകൃഷ്ണ പ്രീതിയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പീതാംബരൻ എന്നാണ് ശ്രീകൃഷ്ണനെ വിളിക്കുന്നത്. പീതം എന്ന വെച്ച വാക്കിൻ്റെ അർത്ഥം മഞ്ഞപ്പട്ട് ഉടുക്കുന്നവൻ എന്നാണ് പറയുന്നത്. മഞ്ഞ വളരെ പ്രിയങ്കരമാണ്. മഞ്ഞ പുഷ്പങ്ങൾ സമർപ്പിക്കുക. മഞ്ഞ നിറത്തിലുള്ള മഞ്ഞൾ, വാഴപ്പഴം മുതലായ വസ്തുക്കൾ ദാനം ചെയ്യുന്നതും വ്യാഴാഴ്ചകൾ ചെയ്യുന്നതും ശ്രീകൃഷ്ണ പ്രീതി, വ്യാഴത്തിൻ്റെ പ്രീതിക്ക് നന്നാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. തുളസിമാല ശ്രീകൃഷ്ണൻ സമർപ്പിക്കുന്നതും വനമാലി എന്നൊക്കെ പറയുന്ന പോലെ തുളസിമാലയൊക്കെ വളരെ പ്രിയമാണ്. തുളസിമാല സമർപ്പിക്കുന്നതും താമരമാല സമർപ്പിക്കുന്നതൊക്കെ വിശേഷപ്പെട്ട വഴിപാടുകളെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത്തരം വഴിപാട് ചെയ്ത് മുമ്പോട്ട് പോവുക. നിങ്ങൾ പേടിക്കേണ്ടതായിട്ടുള്ള ഒന്നും തന്നെയില്ല. ഒരു മന്ദഗതി, ചെറിയ രീതിയിലുള്ള ഒരു പ്രതികൂലമായ അവസ്ഥകൾ നേരിടേണ്ടി വന്നേക്കാം. പേടിക്കേണ്ട. നിങ്ങൾക്ക് ലോങ് ടൈമിൽ വ്യാഴ അനുകൂലം തന്നെയാണ്. വക്രഗതി കൊണ്ട് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ചാരഫലങ്ങൾ അനുകൂലമാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ വൃശ്ചിക രാശിക്കാർക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവട്ടെ എന്ന്, ഈ പ്രതിസന്ധികളെ മറികടക്കാൻ വേണ്ടി അവർ കഴിയട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. നിങ്ങൾ പ്രശാന്തി ആസ്ട്രോളജി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി.